ഇനി നമ്മൾ പോകുന്നത് ലോങ്കേവാല വാർ മ്യൂസിയത്തിലോട്ടാണ്. അതിപ്പം ഇവിടെ ഈ തനോത് മാതാ മന്ദിറിൽ നിന്നൊരു 40 കിലോമീറ്റർ ഉണ്ട്. വാട അതുപോലെ ഈ അതേ 1971 യുദ്ധത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കുറേ വിമാനങ്ങൾ, യുദ്ധവിമാനം, ഇന്നലത്തെ പോലെ ടാങ്ക്, അത് ഇതെല്ലാമായിരിക്കും. വീണ്ടും മരുഭൂമി അല്ലേ? വീണ്ടും മരുഭൂമി എന്ന് പറഞ്ഞാൽ മരുഭൂമി തന്നെ ഇത് ഫുള്ള്. തനോത് മാതാ മന്ദിറിൽ നിന്ന് അടുത്തേക്ക് പോകുന്നത് ലോങ്കേവാല വാർ മെമ്മോറിയൽ. ഇപ്പോൾ ഉള്ളത് ലോങ്കേവാല വാർ മ്യൂസിയത്തിലാണ്. ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു BSFൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ID പ്രൂഫ് വെച്ചിട്ട് അവർ എൻട്രി ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. ഇവിടുന്ന് എൻട്രി ചെയ്ത് നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും മൊത്തം ഒരു പട്ടാളത്തിൻ്റെ അന്തരീക്ഷമാണ്. അങ്ങ് അവിടെ കാണുന്നതാണ് ലോങ്കേവാല യുദ്ധസ്ഥൽ. ഇവിടെ ഒരു സ്മാരക ഇതുണ്ട്. പഞ്ചാബ് റെജിമെൻ്റ് ഇതാണെന്ന് തോന്നുന്നു. ഒരുപാട് വീരമൃത്യു വെച്ച ജവാന്മാരുടെ പേരും പർട്ടിക്കുലറെല്ലാം വെച്ചിട്ടുള്ളത്. ഇതാണ് ലോങ്കേവാലേൻ്റെ എൻട്രി. ഇവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് അങ്ങ് മുകളിലോട്ട് ഇതിലോട്ട് ആയിട്ട്. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ളവർക്കില്ല. ഇവിടെ ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട് ലോങ്കേവാലയുടെ മൊത്തം. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രി. ഇവിടെ വാർ മ്യൂസിയമാണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ, മറ്റങ്ങനെയുള്ള പഴയ കാര്യങ്ങൾ, ബൈനോക്കുലർ, അതുപോലെ ഇതിൻ്റെ ഫുള്ള് ചരിത്രം, ഈ ഒരു യുദ്ധത്തിൻ്റെ ഫുള്ള് ചരിത്രവും ഇതിൻ്റെ പോസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു, പിന്നെ എങ്ങനെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ചിരുന്ന ഗണ്ണുകൾ അതൊക്കെ ഉണ്ട് ഇവിടെ. വടക്ക് നോക്കി യന്ത്രം, കോമ്പസ്, നമ്മുടെ ബൈനോക്കുലർ. സമുനേഷൻസ് ആണിത്. പല പല MM-ലുള്ള തിരകൾ 5.56 × 7.62. ഇതൊക്കെ ചിലപ്പോൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്നതിൻ്റെ ഇതായിരിക്കും. പിന്നൊരു മോഡലുണ്ട്. അതുപോലെ ഇത് വിസിറ്റേഴ്സ് ഗാലറിയാണ്. ഇതൊക്കെ പ്രമുഖരായിട്ടുള്ളവർ വന്നതിൻ്റെ ഫോട്ടോസാണ്. ഉള്ളിൽ കയറിയിട്ടുള്ള ഒരു മ്യൂസിയമൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഇവിടെ ബങ്കറുകളും അതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിസ്ട്രോയിഡ് പാകിസ്ഥാൻ ടാങ്കാണ്. അതായത് പാകിസ്ഥാൻ്റെ ടാങ്ക് ആ യുദ്ധത്തിൽ തകർത്തതാണ്. അവരുടെ 22 കവാലറി ഓഫ് പാകിസ്ഥാൻ ആർമി എൻ്റെ ടാങ്കാണിത്. 1971 ലോങ്കേവാല യുദ്ധം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തത്. പിന്നെ ബ്രേവ് ഹേർട്സ്, അതായത് സാക്രിഫൈസ് ആയ, വീരമൃത്യു വരിച്ച അവരുടെ പേരുകൾ. പാകിസ്ഥാൻ്റെ 179 സോൾജിയർ മരിച്ചു. 37 ടാങ്ക് ഡിസ്ട്രോയ് ചെയ്തു. അതുപോലെ 138 വെഹിക്കിൾസ് അതും ഡിസ്ട്രോയ് ചെയ്തു. ഇതൊക്കെ കുറേ സ്ലോഗനുകളും അതൊക്കെ എഴുതിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയോ ഇങ്ങോട്ട് ഒരുപാട് ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, തുറന്ന ഏരിയ ആണ്. നല്ല വെയിലും ഉണ്ട്. അപ്പോൾ എന്തായാലും നടന്ന് കാണണം, അതിനാണല്ലോ വന്നത്. ഈ ഒരു വെടീൻ്റെ ഒച്ച ഇവിടെ നിന്നാണ്. അപ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഒരു ഇതാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ബാരിയർ ഇതൊക്കെ വെച്ച്. ബാക്കി ഫുള്ള് പൂഴിയും മരുഭൂമിയാണ്. ഇതിലോരോ പോസ്റ്റുകളും അതൊക്കെ ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ബങ്കറിൻ്റെ പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം സിപ്പായി ജഗ്ജിത് സിംഗ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീരഗാഥകൾ എങ്ങനെയൊക്കെയായിരുന്നു ആ യുദ്ധത്തിൽ, അദ്ദേഹത്തിൻ്റെ റോള്, അതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരാളിവിടെ ആടുജീവിതത്തിലെ പരിയോനെല്ലാം പാടി നജീമെല്ലാം ആയി. ഇവിടെ ഒരു പാകിസ്ഥാൻ ടാങ്ക് ആണ് തകർന്നത്. ആ യുദ്ധത്തിൽ വന്ന ഇതായിരിക്കും.
ലോങ്കേവാല വാർ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. പിന്നെ ജയ്സൽമീറൊക്കെ വരുന്നവരോ അങ്ങനെയൊക്കെയാണെന്ന് നമ്മളൊരു ഇന്ത്യൻ എന്ന നിലയിൽ ഒരിക്കൽ എന്തായാലും വന്നിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്.